നമുക്കിവിടെ ജേണൽ എൻട്രി എളുപ്പത്തിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. സെപ്റ്റംബർ 2020 സെപ്റ്റംബർ മാസത്തിലെ ട്രാൻസാക്ഷനാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹80,000. അപ്പം ബിസിനസ് ആരംഭിച്ചു 80,000 രൂപ ക്യാഷ് കൊണ്ട്. ഇപ്പം നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പറൈറ്ററും ബിസിനസ്സും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആയിരിക്കണം. സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം രണ്ടും. ബിസിനസ് വേറെ, പ്രൊപ്പറൈറ്റർ വേറെ. അപ്പോൾ പ്രൊപ്പറൈറ്ററാണ് 8,000 കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം ബിസിനസ്സിലേക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ആദ്യം ശ്രദ്ധിക്കണം. ബിസിനസ്സിലേക്ക് വരുന്നത് ക്യാഷാണ്. 8,000 ക്യാഷായിട്ടാണ് വരുന്നത് ബിസിനസ്സിൽ. അപ്പം ബിസിനസ് ആരംഭിക്കാൻ ബിസിനസ്സിലേക്ക് മുതൽ മുടക്കുന്ന പൈസക്ക് പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. അപ്പം ക്യാപിറ്റൽ പ്രൊപ്പറൈറ്റർ കൊണ്ടുവരുന്ന പൈസയായിരിക്കും. അപ്പം ബിസിനസ്സും പ്രൊപ്പറൈറ്ററും വേറെ വേറെ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് പ്രൊപ്പറൈറ്ററോടുള്ള ഒരു ബാധ്യതയായിട്ടാണ് ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യുക. അപ്പം ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ബാധ്യത ബിസിനസ്സിന് പ്രൊപ്പറൈറ്ററോട് വരുന്നു. അപ്പം ബിസിനസ്സിലേക്ക് വരുന്നത് ഡെബിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പം ജേണൽ എൻട്രി എഴുതുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇതുപോലെ കോളം വരക്കണം. എന്നിട്ട് ജേണലിന് ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് കോളം, പാർട്ടിക്കുലേഴ്സ് കോളം, LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും വേണം. നമ്മൾ ആദ്യം ഡേറ്റ് എഴുതുക, ദെൻ പാർട്ടിക്കുലേഴ്സ്, LF ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഏതൊരു ജേണൽ എൻട്രിക്കും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ട്രാൻസാക്ഷൻ സെപ്റ്റംബർ 1 2020 സെപ്റ്റംബർ 1 ഡേറ്റ് കോളത്തിൽ. അപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഇവിടെ ക്യാഷാണ്. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിലേക്ക് വരുന്നത് എന്താണോ അത് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്ററിന് ഇവിടെ എഴുതുക. ഡെപ്റ്ററിൻ്റെ ഷോർട്ട് ഫോം DR. ദെൻ പിന്നെ വരുന്ന ഒരു ഐറ്റം ഞാൻ ക്യാപിറ്റലാണെന്ന് പറഞ്ഞു. ബിസിനസ് ആരംഭിക്കാനുള്ള പൈസ ക്യാപിറ്റൽ, അതായത് ബിസിനസ്സിലേക്ക് മുതൽ മുടക്കുന്ന പൈസ ക്യാപിറ്റൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പം ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ക്യാപിറ്റൽ. അപ്പം പ്രൊപ്പറൈറ്ററുടെ പേര് ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ, ആരാണോ ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തി അതാണ് പ്രൊപ്പറൈറ്റർ, അവരുടെ പേര് ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പേര് വെച്ചിട്ടാണ് ക്യാപിറ്റൽ എഴുതേണ്ടത്. അതായത് എന്നുള്ള വ്യക്തിയാണ് ബിസിനസ്സിലേക്ക് 8,000 കൊണ്ടുവന്നതെങ്കിൽ ഏസ് ക്യാപിറ്റൽ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേർക്ക് ഈ 8,000 ഇട്ട് കൊടുക്കണം. ഡെബിറ്റ് കോളത്തിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് കോളത്തിൽ 8,000 ഇട്ട് കൊടുക്കും. ജേണൽ എൻട്രിക്ക് ഒരു നറേഷൻ ഉണ്ടായിരിക്കും. നറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജേണൽ എൻട്രി ഇതിന് വേണ്ടി നമ്മൾ എഴുതിയതാണ്. അതായത് ഈ ജേണൽ എൻട്രീനെ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാര്യം നറേഷൻ. അപ്പോൾ നറേഷൻ നമ്മൾ ഇത് തന്നെ എഴുതിയാൽ മതി. കമൻസ്ഡ് ബിസിനസ് വിത്ത്, അതുപോലെ എഴുതണമെന്നല്ല, അത് ക്ലാരിഫൈ ചെയ്യുന്നത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇത് ക്ലോസ് ചെയ്യണം. ആ പാർട്ടിക്കുലേഴ്സ് കോളം മാത്രം ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഡേറ്റ് നോക്കുക. 4 ആണ് ഡേറ്റ് വരുന്നത്. 4 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ്സിലേക്ക് സാധനം വാങ്ങി, പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഡീലിങ്സിന് വേണ്ടുന്ന സാധനങ്ങളായിരിക്കും ഗുഡ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുക. അതായത് ബിസിനസ് ചെയ്യാൻ ആവശ്യമായ ഗുഡ്സ്, ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം. നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ് ആണെങ്കിൽ വാങ്ങുന്ന തുണിത്തരങ്ങൾ, അത് ഗുഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. അപ്പം പർച്ചേസിനും സെയിൽസിനും വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഗുഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. അപ്പം പർച്ചേസ്ഡ് ഗുഡ്സ്, ബിസിനസ്സിലേക്ക് ഗുഡ്സ് വാങ്ങി, ക്യാഷ് കൊണ്ടാണ് വാങ്ങിയത്. ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം പൈസ കൊടുത്തു ഗുഡ്സ് വാങ്ങി. അപ്പം ഗുഡ്സ് വാങ്ങിയാൽ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നത് ഗുഡ്സ് ആണല്ലോ, ബിസിനസ്സിലേക്ക് വരുന്നതാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഗുഡ്സ് വാങ്ങിയാൽ ഒരിക്കലും ഗുഡ്സ് എന്നുള്ള പേര് പറയില്ല. ഗുഡ്സ് എന്താണോ ചെയ്തത്, പർച്ചേസ് ചെയ്യുക ചെയ്തത്, ആ പർച്ചേസ് എന്നുള്ള പേരാണ് ഇവിടെ കൊടുക്കുക. അതായത് ഗുഡ്സ് വാങ്ങി, നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ഒരു റെഡിമെയ്ഡ് ഷോപ്പിലാണെങ്കിൽ ഹോൾസെയിലറുടെ അടുത്ത് നമ്മൾ
തുണിത്തരങ്ങൾ മൊത്തമായിട്ട് വാങ്ങും. അതിന് പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറയുക, അല്ലാതെ ക്ലോത്ത് വാങ്ങിയെന്ന് പറയില്ല. അപ്പോൾ അത് നമ്മളൊരിക്കലും ഗുഡ്സിന് മറ്റ് ജേണൽ എൻട്രി എഴുതാൻ പാടില്ല. പർച്ചേസ്ഡ് ഗുഡ്സിൻ്റെ ജേണൽ എൻട്രി ബിസിനസ്സിലേക്ക് വന്നത് സാധനങ്ങളാണല്ലോ, അപ്പോൾ വാങ്ങിയതാണല്ലോ, അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര പൈസക്കാ വാങ്ങിയത്? 5,000 അല്ലേ. അപ്പം പോയതെന്താ? പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പം പൈസ ബിസിനസ്സിൽ നിന്ന് പൈസ പുറത്തേക്ക് പോയി. അപ്പോൾ പോകുന്നത് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഫോർ ക്യാഷ് വേണമെങ്കിൽ ഇടാം. നെക്സ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. അതായത് ജേണൽ എൻട്രി സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ലൈൻ ഇടുന്നത്. ദെൻ ഡേറ്റ് ഇട്ട് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഇത് ഫർണിച്ചർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങളായിരിക്കും. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ടേബിൾ വേണം, ചെയർ വേണം, അതുപോലെ കമ്പ്യൂട്ടർ, അങ്ങനെ പല ഐറ്റംസും വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ പേര് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പേര് തന്നെ അവിടെ കൊടുത്തിരിക്കണം. കാരണം ഇത് വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളല്ല, ഇത് അവരുടെ യൂസിന് വേണ്ടി, ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളാണിത്. അപ്പോൾ ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ ആ പേരിൽ തന്നെ പറഞ്ഞിരിക്കണം. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ, ബിസിനസ്സിലേക്ക് വന്നത് എന്താ? പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ വാങ്ങി, ബിസിനസ്സിലേക്ക് വന്നത് ഫർണിച്ചറാണ്. അപ്പോൾ അപ്പം തന്നെ നമ്മൾ ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര എമൗണ്ട്? 6,000. ക്യാഷ് ആയിരിക്കും, കാരണം സ്പെസിഫിക് ആയിട്ട് ക്യാഷ് പറഞ്ഞിട്ടില്ല, അതുപോലെ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും, ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും. 4 rupees 6,000 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ അസംഷനിൽ ക്യാഷ് പുറത്ത് പോയി, ക്യാഷ് 6,000. പർച്ചേസ്ഡ് ഫർണിച്ചർ നറേഷൻ. ഓക്കെ, ദെൻ 9th ഡേറ്റ് 9. എന്താ ജേണൽ എൻട്രി വരുന്നത്? സോൾഡ് ഗുഡ്സ് ഫോർ rupees 4,000. ഗുഡ്സാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പർച്ചേസ് ആൻഡ് സെയിൽസ് വരുന്നതാണ്, വാങ്ങലും വിൽക്കലും. അതാണ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, അല്ലാതെ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവിടെ ആ പർച്ചേസ് ചെയ്യേണ്ടത് സോൾഡ് ചെയ്തു. സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു, ബിസിനസ്സിനെ പുറത്ത് പോവുക ചെയ്തത്. ഗുഡ്സ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല, വരുന്നത് മാത്രമേ ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്നതാണെങ്കിൽ അത് ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അപ്പം ഗുഡ്സ് എന്ന് പറഞ്ഞ പേരിൽ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. സെയിൽസ്, സോൾഡിന് സെയിൽസ് എന്നാണ് പറയുക, സോൾഡ് എന്ന് എഴുതാൻ പാടില്ല. സെയിൽസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, സെയിലിൻ്റെ പാസ്റ്റ് ടെൻസാണ് സോൾഡ്. അപ്പോൾ സോൾഡ് എന്ന് പറയാൻ പാടില്ല, സെയിൽസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, വിൽപ്പന. അപ്പോൾ ഇത് ക്രെഡിറ്റ് ചെയ്യാനോ മനസ്സിലായി. അപ്പം ഡെബിറ്റ് വേണ്ടേ ആദ്യം? ഡെബിറ്റ് എന്തായിരിക്കും? സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് എന്താ കയ്യിൽ വരിക? ക്യാഷാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഫോർ ക്യാഷ് എന്നും പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള അസംഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സോൾഡ് ഗുഡ്സ് ഫോർ rupees 4,000, 4,000 രൂപക്ക് സാധനം വിറ്റു, അപ്പോൾ ക്യാഷ് കിട്ടി. അപ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള അസംഷനിൽ ക്യാഷ് കിട്ടിയ സാധനം ക്യാഷ് ആണല്ലോ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. എത്രയാ? 4,000. ദെൻ സെയിൽസ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഗുഡ്സിന് പകരം സെയിൽസ്, ഇവിടെ 4,000 കൊടുക്കുക. ഓക്കെ, സോൾഡ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് മനസ്സിലായല്ലോ. ഡേറ്റ് 9. ഇനി നെക്സ്റ്റ് 15th ഡേറ്റാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ റബ്ബ് ചെയ്യാമെന്ന്.
ഓക്കെ. ഈ 15th ഡേറ്റ് പറയുന്നത്, ഡേറ്റ് 15th സെപ്റ്റംബർ 15th. എന്താ ബോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് തന്നെ അർത്ഥം വരുന്നത്. ബോട്ട് ഗുഡ്സ് ഫ്രം മാധവൻ ഫോർ ₹10,000. ഇവിടെ സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയം പേര് പറഞ്ഞിട്ടുണ്ട് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുമില്ല, ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങി മാധവൻ്റെ അടുത്തുനിന്ന് ക്യാഷ് തന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് കടത്തിന് വാങ്ങിയതായിരിക്കും. കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മാധവൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരിക്കും. സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കാനുണ്ടാവുമല്ലോ. കൊടുക്കാനുണ്ടാവുന്നത് ഈ മാധവൻ എന്ന് പറഞ്ഞ വ്യക്തിക്കായിരിക്കും. അപ്പോൾ കൊടുക്കാനുള്ള വ്യക്തിയുടെ പേര് നമ്മളെ ബുക്കിൽ എപ്പോഴും കാണിച്ചിരിക്കണം. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊടുക്കാനുള്ള വ്യക്തിയുടെ പേര് കൊടുത്ത് തീർക്കുന്നത് വരെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ പേര് നമ്മളിവിടെ ജേണൽ എൻട്രിയിൽ കാണിച്ചിരിക്കണം. അപ്പോൾ 15th ബോട്ട് ഗുഡ്സ്, സാധനം വാങ്ങി. ബോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് തന്നെ. അപ്പം ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വന്നു. ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല, പർച്ചേസാണ് എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാ? 10,000. ഡെബിറ്റ് കോളത്തിൽ ക്യാഷ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. ആർക്കാണ്? മാധവൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക്. അപ്പോൾ ടു മാധവൻ. മാധവൻ ഈ വ്യക്തിക്ക് പൈസ കൊടുത്തു തീരുന്നത് വരെ ഈ വ്യക്തിയുടെ പേര് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ വ്യക്തിയുടെ പേര് ജേണൽ എൻട്രിയിൽ കാണിച്ചിരിക്കണം. 10,000. ഓക്കെ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് നറേഷൻ ചെയ്ത് കടത്തിന് സാധനങ്ങൾ വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ. ഇനി 17th ഡേറ്റ്. സോൾഡ് ഗുഡ്സ് ടു ശ്യാം ഫോർ ക്യാഷ്. സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു, സാധനങ്ങൾ വിറ്റു. ആർക്കാണ് വിട്ടത്? ശ്യാമിന്. ഫോർ ക്യാഷ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മേലത്തെ ട്രാൻസാക്ഷനിൽ ഫോർ ക്യാഷ് പറഞ്ഞിട്ടില്ല, ഫോർ 10,000 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കടത്തിനുള്ളതാക്കി എടുത്തത്. ഇതിൽ സോൾഡ് ഗുഡ്സ് ടു ശ്യാം ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്യാമിന് പൈസ കൊടുത്തു എന്നർത്ഥം, അല്ല സോറി, പൈസ കൊടുത്തിട്ട് സാധനം ശ്യാമിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം സാധനം വിറ്റു. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനം വിറ്റു, സോറി, സാധനം വിറ്റു. അപ്പോൾ ശ്യാമിന് സാധനം വിറ്റു. അപ്പം നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരിക്കും ശ്യാമിൻ്റെ അടുത്തുനിന്ന് 2,000 രൂപ. അപ്പോൾ ഇതിൽ ശ്യാമിൻ്റെ പേര് വേണോ? വേണ്ട. കാരണം ശ്യാമിൻ്റെ അടുത്ത് പൈസ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ശ്യാമിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം പൈസ കിട്ടിയിട്ടുണ്ട്, സാധനം എന്താണോ കിട്ടിയത് അത് ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ. എത്ര? 2,000. സാധനം വിറ്റതാണല്ലോ, വിറ്റത് സാധനം പുറത്ത് പോയിട്ടുണ്ടായിരിക്കും. ഗുഡ്സിന് എഴുതാൻ പാടില്ല, സെയിൽസിന് എഴുതാൻ പാടുള്ളൂ. 2,000. ഓക്കെ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നെക്സ്റ്റ് 20. സോൾഡ് ഗുഡ്സ് ടു അനിൽ ഫോർ ₹3,000. ഡേറ്റ് 20. അനിലിന് സാധനം വിറ്റു. ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, വെറും ഫോർ 3,000 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം സാധനം വെക്കുമ്പം അനിലിന് സാധനം വെക്കുമ്പം ഗുഡ്സ് പോയി, അനിലിൻ്റെ അടുത്തേക്ക് ഗുഡ്സ് പോയി. അനിൽ ഇങ്ങോട്ട് പൈസ തരേണ്ടതാണ്, പക്ഷേ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അനിലിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും കിട്ടാനുള്ള ആ ഒരു അനിൽ നമുക്ക് തരാനുള്ള ബാധ്യതയുണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ടിന് അനിലിൻ്റെ പേര് നമുക്ക് ആ പൈസ കിട്ടുന്നത് വരെ ഉണ്ടായിരിക്കണം. ഇപ്പം കിട്ടിയിട്ടില്ലല്ലോ. അപ്പം പൈസ കിട്ടാത്തത് കൊണ്ട്, പൈസ കിട്ടിയതാണെങ്കിൽ നമ്മളിവിടെ ക്യാഷ് നീട്ടണം. പൈസ കിട്ടാത്തത് കൊണ്ട് അനിലിൻ്റെ പേരാണ് ഇവിടെ കാണിക്കേണ്ടത്. അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ 3,000 ടു സെയിൽസ്. ടു എഴുതാൻ നിർബന്ധമൊന്നുമില്ല, ട്രഡീഷണൽ മെത്തേഡാണ്. ഇപ്പോൾ വേണമെങ്കിൽ ടു എഴുതാം. സെയിൽസ് 3,000. സോൾഡ് ഗുഡ്സ് ടു അനിൽ. ഓക്കെ.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബിസിനസ്സിലേക്ക് വരുന്ന കാര്യം ഡെബിറ്റ് ചെയ്യണം, പോകുന്നത് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളുടെ പേര് ഡെബിറ്റ് ചെയ്യണം, കൊടുക്കാനുള്ള ആളുടെ പേര് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഇനി എക്സ്പെൻസും ഇൻകം, ചിലവും വരവും വരുവാണെങ്കിൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം, വരവ് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജേണൽ എൻട്രി എഴുതാൻ പറ്റും. പിന്നെ ജേണൽ എൻട്രി എഴുതുമ്പോൾ ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ഐറ്റമാണ് ജേണൽ എൻട്രി ആയിട്ട് വരേണ്ടത്, അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഏതൊക്കെ ഐറ്റമാണ് വേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഡെബിറ്റ് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.